ഹൈ റേഞ്ച് സിറ്റിയായ കട്ടപ്പനയ്ക്ക് ഹൈ റേഞ്ച് ഫാഷൻ സമ്മാനിച്ചുകൊണ്ട് സീമ സിൽക്സ് ഇനി കട്ടപ്പനയിലും. ഉദ്ഘാടനം മാർച്ച് 15 രാവിലെ 10 മണിക്ക്. ഉദ്ഘാടകനായി ഞാനുണ്ടാവും, നിങ്ങളും ഉണ്ടാവില്ലേ? രാഷ്ട്രീയ രംഗത്തെയും മറ്റു മേഖലയിലെയും പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കുന്നു. 40,000 സ്ക്വയർ ഫീറ്റിൽ 5 നിലകളിലായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം. ബ്രൈഡ് ആൻഡ് ഗ്രൂം വെഡിംഗ് കളക്ഷന്റെ നഗരത്തിലെ ഏറ്റവും വലിയ വെഡിംഗ് ഫ്ലോർ. ഇനി ആസ്വദിക്കാം ഒരു കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് അനുഭവം. സീമ സിൽക്സ് നിയർ മലബാർ ഗോൾഡ്, പുളിയൻമല റോഡ്, കട്ടപ്പന. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. ഏതെത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി ഉൾപ്പെട്ട പാറഖനനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. സർവ്വമേഖലകളിലും വളർച്ച നേടിയ കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത.
ഉരുൾപൊട്ടൽ സാധ്യതയുള്ള വാഗമൺ മൂൺമലയിൽ സ്വകാര്യ വ്യക്തിയുടെ കയ്യേറ്റം. വിശദമായ വാർത്തകളിലേക്ക്. CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി ഉൾപ്പെട്ട പാറഖന്നത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. ഭരണത്തിന്റെ തണലിൽ CPM തീവട്ടിക്കൊള്ളയാണ് നടത്തുന്നത്. പാവപ്പെട്ടവന്റെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ് മറുവശത്ത് CPM നാടിനെ കൊള്ളയടിക്കുന്നത്. വൻകിട കയ്യേറ്റ മാഫിയ CPMന്റെ നേതൃത്വത്തിലാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നതെന്നും ഇപ്പോൾ പുറത്തു വന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. അത്യധികം ഗുരുതരമായ ആക്ഷേപവും ആരോപണവുമാണ് CPM ജില്ലാ സെക്രട്ടറിക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. അത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതികരണവും വളരെ മോശമായ തരത്തിലാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ സമഗ്രമായ ഒരു അന്വേഷണമാണുള്ളത് വേണ്ടതായിട്ടുള്ളത്. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഭരണത്തിൻ്റെ തണലിൽ CPM തീവട്ടിക്കൊള്ളയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നാടിനെ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ആക്ഷേപം എന്താണ്? പാവപ്പെട്ട ആളുകൾക്ക് കുളം നിർമ്മിക്കാനോ വീട് നിർമ്മിക്കാനോ ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ പാറ പൊട്ടിക്കാൻ പോലുമുള്ള അനുമതി കൊടുക്കുന്നില്ല. അവർക്ക് എല്ലാ തരത്തിലുമുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്നു. മറുവശത്തെ തൽപര കക്ഷികൾ വലിയ തോതിൽ ഈ നാടിനെ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നു CPMന്റെ തണലിൽ. അപ്പോൾ ഭരണത്തിൻ്റെ തണലിൽ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ കൊള്ളയാണ് CV വർഗീസിനെതിരെയുള്ള ആക്ഷേപമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതിന് എന്ത് ന്യായീകരണം പറഞ്ഞാലും ആ കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയതായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നിലനിൽക്കുകയാണ്. ഇപ്പോൾ അന്വേഷണത്തെ സംബന്ധിച്ച് നീതിപൂർവമുള്ള ഒരു അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ അക്കാര്യത്തിൽ കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. ഏതായാലും CPM ഇന്ന് അഴിമതിയുടെ കരിനിഴലിലാണ്. ജില്ലയിലെ CPMന്റെ നേതൃത്വം അഴിമതി ആരോപണത്തിൻ്റെ പുകമറയിൽ നിൽക്കുന്നു. ഇത് സംബന്ധിച്ച് ഗൗരവമേറിയിട്ടുള്ള വെളിപ്പെടുത്തൽ വന്നതിനെ അതിൻ്റേതായ ഗൗരവത്തോടു കൂടി കാണാൻ സർക്കാരിന് കഴിയേണ്ടതാണ്. ജുഡീഷ്യൽ അന്വേഷണം ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ സാധിക്കത്തുള്ളൂ. ജില്ലയെ സമ്പൂർണ്ണമായ നിശ്ചലാവസ്ഥയിലേക്ക് തള്ളിവിടാൻ ഈ കാരണം ഇപ്പോൾ വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് പാവപ്പെട്ടവനും സാധാരണക്കാരനും എന്തെങ്കിലുമൊക്കെ അവകാശങ്ങൾ, നിയമപരമായിട്ടുള്ള അവകാശങ്ങളാണ് ചോദിക്കുന്നത്. ഇനിയിപ്പോൾ ആ അവകാശങ്ങൾ ഉൾപ്പെടെ ഇതിൻ്റെ പേരിൽ നിഷേധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരും. ഇപ്പോൾ വൻകിട കയ്യേറ്റ മാഫിയ CPMന്റെ നേതൃത്വത്തിലാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. പാവപ്പെട്ട ഏതെങ്കിലും കുടിയേറ്റ കർഷകൻ വീട് വെച്ചാൽ അവിടെ 5 സെൻറ്റോ 10 സെൻറ്റോ ഭൂമി ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് നീതി നിഷേധിക്കാനുള്ള അവസരമാക്കി കയ്യേറ്റക്കാരെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് സർക്കാർ പോകുന്നത് പലപ്പോഴും നമുക്ക് കാണാൻ ഇടയായിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ സാധാരണക്കാർക്ക് അവകാശപ്പെട്ടത് ലഭ്യമാക്കേണ്ടതായിട്ടുള്ള സർക്കാർ സംവിധാനങ്ങൾ അത് നിഷേധിച്ചുകൊണ്ട് ഇവിടെ ഈ നാടിനെ മുഴുവൻ കൊള്ളയടിക്കാൻ വേണ്ടിയതായ അവസരമൊരുക്കിയതാണ് CPM ജില്ലാ സെക്രട്ടറിക്കെതിരെ ആക്ഷേപം ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളതിന് അടിസ്ഥാനം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതെല്ലാം മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. യഥാർത്ഥത്തിൽ കൃത്യമായ അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ ഇതിൽ യഥാർത്ഥ പ്രതികളായിട്ടുള്ള CPMന്റെ ഉന്നത നേതാക്കന്മാർ, വർഗീസ് മാത്രമല്ല ധാരാളം നേതാക്കന്മാർ ഇത്തരത്തിലുള്ള ഭൂമി കൊള്ളയുമായി രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. പാറക്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷേപത്തിൽ പ്രതിസ്ഥാനത്താണ് എന്നുള്ളത് ബോധ്യപ്പെടുമെന്നുള്ളതാണ്. ഏതായാലും ഇക്കാര്യത്തിൽ ഈ ഉണ്ടായ ആക്ഷേപം ചെറുതല്ല. CPM ഇക്കാര്യത്തിൽ ഉണ്ടായ അഴിമതിയുടെ കരിനിഴലിലാണ്, അഴിമതിയുടെ പുകമറയിലാണ് നിൽക്കുന്നത്. വളരെ വ്യക്തമായ ഒരു അന്വേഷണം, നീതിപൂർവമായ അന്വേഷണം, ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് ഈ ഘട്ടത്തിൽ ഞാൻ ആവശ്യപ്പെടുന്നു. സർവ്വമേഖലകളിലും വളർച്ച നേടിയ കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത. പാർട്ടി ജില്ലാ കമ്മിറ്റി കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കൽ നടത്തിയ ഉപരോധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. കേരളത്തോടുള്ള കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ കേരളം ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. കേരളത്തോടുള്ള കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ കേരളം ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യവുമായിട്ടാണ് CPIM ജില്ലാ കമ്മിറ്റി കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കൽ ഉപരോധം നടത്തിയത്. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. കേരളത്തിന് അവകാശപ്പെട്ടതൊന്നും അനുവദിക്കാതെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ബഹുജന പ്രക്ഷോഭമാണ് CPIM സംസ്ഥാനത്തുടനീളം നടത്തിവരുന്നത്. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായി അവഗണിച്ചു. കേരളത്തിനുമേൽ സാമ്പത്തിക ഉപരോധം തീർക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത്. സംസ്ഥാനത്തിന് ലഭിക്കേണ്ട അർഹമായ വിഹിതവും നിഷേധിക്കുന്നു.
ദുരിതകാലങ്ങളിലൊന്നും സഹായിക്കാതിരുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളുടെ വലിയ ഉദാഹരണമാണ് വയനാടിനോട് സ്വീകരിച്ച സമീപനം. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന്റെ പേര് പോലും പരാമർശിച്ചിട്ടില്ല. വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനങ്ങളുടെ അധികാരം ഇല്ലാതാക്കി BJP സർക്കാർ കാവ്യവൽക്കരണം നടത്തുകയാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത ഉദ്ഘാടനം ചെയ്തു. മോദി സർക്കാർ രാജ്യത്തെ ഫെഡറൽ സംവിധാനം അട്ടിമറിക്കുകയാണ്. കേരളത്തിന് അർഹമായ വിഹിതമാണ് നിഷേധിക്കുന്നത്. BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നൽകുന്നു. രാജ്യത്ത് BJPയുടെ പ്രധാന ശത്രു കർഷക പ്രക്ഷോഭം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ നടത്തിയ CPIM ആണ്. എക്കാലവും കോർപ്പറേറ്റുകളുടെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. രാജ്യത്തെ സാമ്പത്തിക ഭൂരിഭാഗവും വൻകിടക്കാരുടെ കൈകളിലാണ്. എന്നാൽ BJP സർക്കാർ സാധാരണക്കാരെ പാടെ അവഗണിക്കുന്നുവെന്നും CS സുജാത പറഞ്ഞു. ജനങ്ങളോട് അവരുടെ മുമ്പിൽ പറയുന്നത് നമ്മുടെ പാർട്ടി തന്നെയാണ്. ജില്ലാ സെക്രട്ടറി CV വർഗീസ് അധ്യക്ഷനായി. MM മണി MLA, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KS മോഹനൻ, PS രാജൻ, KV ശശി, R തിലകൻ, NJ മാത്യു, ശൈലജ സുരേന്ദ്രൻ, റോമിയോ സെബാസ്റ്റ്യൻ, കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ, കട്ടപ്പന. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള വാഗമൺ മൂൺമലയിൽ സ്വകാര്യ വ്യക്തിയുടെ കയ്യേറ്റം. പരാതിയെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന മൂൺമലയിൽ മലയിടിച്ചുള്ള നിർമ്മാണം പുനരാരംഭിച്ചു. ഒന്നിലധികം യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചാണ് മല തുരന്ന് മുകളിലേക്ക് റോഡ് വെട്ടുന്നത്. മല തുരന്ന് മുകളിലേക്ക് റോഡ് വെട്ടുന്നത്. വാഗമൺ വില്ലേജ് ഓഫീസിന് 300 മീറ്റർ അകലെ 813 സർവേ നമ്പറിലാണ് നിർമ്മാണം. 2015-ൽ സീറോ ലാൻഡ് പദ്ധതിയിൽ 24 പേർക്ക് നൽകാൻ നീക്കിയിട്ടിരുന്ന 9 ഏക്കറോളം വരുന്ന സർക്കാർ ഭൂമിയാണിത്. അന്ന് പട്ടയം നൽകിയെങ്കിലും ആർക്കും ഭൂമി അളന്നു നൽകിയില്ല. 2016-ൽ ഈ ഭൂമി സ്വകാര്യ വ്യക്തി കയ്യേറി. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ജില്ലാ ഭരണകൂടം ഇടപെട്ട് കയ്യേറ്റം ഒഴിപ്പിച്ച് സർക്കാർ ഭൂമി എന്ന ബോർഡ് സ്ഥാപിച്ചു. ഭൂസംരക്ഷണ സേനയെ ഭൂമി ഏൽപ്പിച്ചെങ്കിലും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സർക്കാർ സ്ഥാപിച്ച ബോർഡ് പിഴുതുമാറ്റി. ഇതിനുശേഷമാണ് മലയിടിച്ച് റോഡ് വെട്ടാൻ തുടങ്ങിയത്. നാട്ടുകാർ പരാതി നൽകിയതിനെ തുടർന്ന് നിർത്തിവെച്ചിരുന്നു. നിവാസികൾ ചേർന്നുകൊണ്ട് വാഗമൺ മൂൺമലയിലെ കയ്യേറ്റത്തിനെ കുറിച്ച് ഞങ്ങൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും ഒക്കെ നിരവധി പരാതികൾ നൽകുന്നുണ്ട്. പക്ഷെ നാളിതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, അവിടെ വൻതോതിലുള്ള മണ്ണ് മാന്തി ഞങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന വിധമുള്ള മെഷീൻ ഉപയോഗിച്ചുള്ള അനധികൃത നിർമ്മാണങ്ങൾ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ആദ്യമേ പരാതി കൊടുത്തത്. പക്ഷേ ഞങ്ങൾ പരാതി കൊടുത്തതിന് ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പോൾ കാണുന്നത് വീണ്ടും അതിലും വൻതോതിൽ മണ്ണ് ഇടിച്ചു മാറ്റിക്കൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വാഗമൺ വില്ലേജ് ഓഫീസിൻ്റെ അവിടുന്ന് ഒരു 300 മീറ്റർ പോലും ഇല്ല. പക്ഷേ വില്ലേജ് അധികാരികളോ താലൂക്ക് അധികാരികളോ സർക്കാർ ഉദ്യോഗസ്ഥരോ ഒന്നും ഇതിന് യാതൊരുവിധ ഇടപെടലും ഉണ്ടായിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഒന്നിലധികം മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് നിർമ്മാണം വീണ്ടും തുടങ്ങി. ഭൂമിക്ക് പട്ടയമുണ്ടെന്നും ഏലപ്പാറ പഞ്ചായത്ത് കെട്ടിട നിർമ്മാണത്തിന് പെർമിറ്റ് നൽകിയിട്ടുണ്ടെന്നുമാണ് താലൂക്ക് അധികൃതർ നാട്ടുകാർക്ക് നൽകിയ മറുപടി. ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ ഒരു പ്രകൃതി രമണീയമായ ഒരു മല, അത് ടൂറിസം വകുപ്പിൻ്റെ എതിരായിട്ട് ആ മലമണ്ണിൽ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യം ഉദ്ദേശിച്ചതാണ്. അന്നേരമാണ് ഉമ്മൻചാണ്ടി സർക്കാർ 3 സെൻറ്റ് സ്ഥലം പട്ടയം നൽകിയിട്ടുണ്ട്. ആൾക്കാർക്ക് ഈ കോളനി നിവാസികൾക്ക് കൊടുത്താൽ 24 പേർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഓൾറെഡി ഇപ്പോൾ പട്ടയമുണ്ട്, സ്ഥലമില്ല. സ്ഥലം അനധികൃതമായിട്ട് സ്വകാര്യ വ്യക്തി കയ്യേറിക്കൊണ്ട് ഈ കഴിഞ്ഞ ഇടക്കാലങ്ങളിൽ ഈ മണ്ണ് വെട്ടി നിരത്തിയതിനനുസരിച്ച് നമ്മളെല്ലാവരും കൂടെ പരാതിപ്പെട്ട്, ഈ നാട്ടിലുള്ള ജനങ്ങളെല്ലാം പരാതിപ്പെട്ട് കഴിഞ്ഞ് ജിയോളജിക്കാരും കലക്ടറും മറ്റുള്ളവരും ഇടപെട്ടിട്ട് ഇത് സ്റ്റേ ചെയ്യുന്നൊരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ഇപ്പോൾ അനധികൃതമായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തഹസിൽദാരെ വിളിച്ചു. തഹസിൽദാർ പറയുന്നത് അത് ചെറിയൊരു മലയാണ്, ഞാൻ അവിടുത്തെ ജനങ്ങളോട് അന്വേഷിച്ചായിരുന്നു, ഞാനൊരു ഫോട്ടോയെ കണ്ടുള്ളൂ എന്നാണ് അവർ പറയുന്നത്. തേക്കടി കൊച്ചി സംസ്ഥാന പാതയുടെ ഭാഗമായ വാഗമൺ തൊടുപുഴ റോഡ് മുതൽക്ക് തുടങ്ങിയ നിർമ്മാണം മലയുടെ പകുതിയിലെത്തി. വൻതോതിലുള്ള മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ടെന്ന മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് റിപ്പോർട്ട് നൽകിയ ഭൂമിയിലാണ് മാനദണ്ഡം ലംഘിച്ച് മല തുരന്ന് റോഡ് വെട്ടുന്നത്. മലമുകളിൽ റിസോർട്ട് പണിയാനാണ് റോഡ് വെട്ടുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇതിനു താഴെ കൈതപ്പതാൽ കോളനിയാണ്. ഇവിടെ 200ഓളം കുടുംബങ്ങൾ താമസമുണ്ട്. ഇവരെല്ലാം ദുരന്തഭൂമിയിലാണ്. നിർമ്മാണം വീണ്ടും തുടങ്ങിയതോടെ നാട്ടുകാർ പൗരസമിതി രൂപവൽക്കരിച്ച്
കളക്ടർ, മൈനിങ് ആൻഡ് ജിയോളജി എന്നിവർക്ക് നാട്ടുകാർ പരാതി നൽകി. ഉന്നത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ബന്ധമുള്ളവരാണ് വാഗമണ്ണിൽ വ്യാപകമായി ഭൂമി കയ്യേറുന്നത്. ഇതാണ് ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കാത്തതെന്ന് പൗരസമിതി ആരോപിച്ചു. മൂൺമലയിലെ നിർമ്മാണത്തിനെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പൗരസമിതി പറഞ്ഞു. സിറ്റി വിഷൻ, ഉപ്പുതറ. ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് ഇടുക്കി ജില്ലാ സമ്മേളനം 27 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാജകുമാരി സെന്റ് ജോൺസ് ചർച്ച് പാരിഷ് ഹാളിൽ നടക്കുന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് KG ഇന്ദു കലാധരൻ ഉദ്ഘാടനം ചെയ്യും. ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് ഇടുക്കി ജില്ലാ കൺവെൻഷൻ 27 രാജകുമാരി സെന്റ് ജോൺസ് ചർച്ച് പാരിഷ് ഹാളിലെ KA വർഗീസ് നഗറിൽ നടക്കുമെന്നും അന്നേ ദിവസം ഇടുക്കി ജില്ലയിലെ മുഴുവൻ ആധാരമെഴുത്ത് ഓഫീസുകൾക്കും അവധിയായിരിക്കുമെന്നും സ്വാഗത സംഘം ജനറൽ കൺവീനർ ദീപു ഭാസ്കരൻ, ട്രഷറർ MB ശിവൻ എന്നിവർ അറിയിച്ചു. ആൾ കേരള ഡോക്യുമെൻ്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ 2025 ഫെബ്രുവരി 27 വ്യാഴാഴ്ച KA വർഗീസ് നഗർ രാജകുമാരി സെൻറ്റ് ജോൺസ് പാരിഷ് ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ സംഘടനയുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ശ്രീ ജീവൻലാൽ അവർ അധ്യക്ഷം വഹിക്കുന്ന സമ്മേളനത്തിൽ ഔദ്യോഗികമായ ഉദ്ഘാടനം സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനായ ശ്രീ KG ഇന്ദു കലാധരൻ അവർ നിർവഹിക്കും. രാവിലെ 9:30 പതാക ഉയർത്തൽ, 9:45 രജിസ്ട്രേഷൻ, 10 നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് G ജീവൻലാൽ അധ്യക്ഷത വഹിക്കും. ജില്ലാ വൈസ് പ്രസിഡന്റ് KR മധു അനുശോചനം അർപ്പിക്കും. സംസ്ഥാന പ്രസിഡന്റ് KG ഇന്ദു കലാധരൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാന പ്രാദേശിക സമിതി ചെയർമാൻ OM ദിനകരൻ മുഖ്യപ്രഭാഷണം നടത്തും. ക്ഷേമനിധി ആനുകൂല്യ വിതരണം ക്ഷേമനിധി ബോർഡ് മെമ്പർ VV ശശിമോൻ നിർവഹിക്കും. ജില്ലാ ക്ഷേമനിധി ബോർഡ് കൺവീനർ സാരമ്മ വർഗീസ് ക്ഷേമനിധി റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി നവാസ് ഷേർഖാൻ ജില്ലാ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ മോഹനൻ കല്ലാർ കണക്കും അവതരിപ്പിക്കും. ജനറൽ കൺവീനർ ദീപു ഭാസ്കരൻ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിന്ദു സജി നന്ദിയും അർപ്പിക്കും. സംസ്ഥാന ഭാരവാഹികളായ MS ലാൽ, B മോഹനൻകുമാർ, P വേണുഗോപാലൻ നായർ, അഗസ്റ്റിൻ ജോസ്, വൃന്ദാമണി, അസീസ് ചിറയിൻകീഴ്, TS ഷംസുദ്ദീൻ, സന്തോഷ് കുമാർ ദേവികുളം എന്നിവർ പ്രസംഗിക്കും. സിറ്റി വിഷൻ, രാജാക്കാട്. അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി താലപ്പൊലി ഘോഷയാത്ര നടന്നു. ഘോഷയാത്രയിൽ ദൃശ്യകലകളും വാദ്യമേളങ്ങളും അണിനിരന്നു. ഈ മാസം 27 വരെയാണ് ക്ഷേത്രത്തിൽ ആഘോഷങ്ങൾ നടക്കുന്നത്. അടിമാലിക്ക് പൂരാവേശം നൽകി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം 7 ദിവസം പിന്നിട്ടു. ക്ഷേത്രം തന്ത്രി പൂത്തോട്ട ലാലൻ തന്ത്രിയുടെയും ക്ഷേത്രമേൽശാന്തി മടുത്തുമുറി അജിത് ശാന്തിയുടെയും കാർമ്മികത്വത്തിൽ കൊടിയേറി ഈ മാസം 18-നായിരുന്നു ഉത്സവാഘോഷത്തിന് തുടക്കം കുറിച്ചത്. ഈ മാസം 27 വരെ 10 ദിവസം നീളുന്നതാണ് ഉത്സവാഘോഷം. മഹോത്സവത്തിന്റെ ഭാഗമായി ഇന്നലെ വൈകിട്ട് താലപ്പൊലി ഘോഷയാത്ര നടന്നു. ഘോഷയാത്രയിൽ ദൃശ്യകലകളും വാദ്യമേളങ്ങളും അണിനിരന്നു. ഉത്സവത്തോടനുബന്ധിച്ച 10 ദിവസവും ക്ഷേത്രത്തിൽ പ്രത്യേക പൂജാ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. മഹാശിവരാത്രി ദിവസമായ 9-ാം ദിവസം ആറാട്ട് മഹോത്സവവും മഹാശിവരാത്രി പൂജയും നടക്കും. 10-ാം ദിവസം പിതൃപൂജകളും ബലിതർപ്പണവും നടക്കും. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും അന്നദാനം ക്രമീകരിച്ചിട്ടുണ്ട്. സിറ്റി വിഷൻ, അടിമാലി. ഇനിയൊരു ഇടവേള. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. ഏതെത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്.
പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. ഒന്നൊക്കുമ്പോ ഒന്നൊക്കൂല. അതുള്ളതാ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കത്തില്ല. ഒന്നൊക്കുമ്പോ ഒന്നൊക്കെയല്ല. എടാ കുഞ്ഞാപ്പോയി, ഇവനാണ് ലവൻ. ഇവനൊക്കുമ്പോ എല്ലാം അങ്ങൊക്കും. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. ഏത് ജോലി ചെയ്താലും അത് ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്യണം. അതല്ലേ അതിനൊരു ഭംഗി. നിങ്ങളുടെ വീടിന്റെ പ്ലാൻ, സർവേ, കൺസ്ട്രക്ഷൻ എല്ലാം മനസ്സിനിണങ്ങിയ പോലെ ഓൾ സെറ്റായെങ്കിൽ ഇനി ടൈൽ സെലക്ഷൻ എങ്ങനെ, എവിടുന്ന്, ഏത് ബ്രാൻഡ്, ഏത് ഡിസൈൻ, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ്. സിംബോളോ, കജേരിയ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറിക്കൊപ്പം 50-ൽ പരം ബ്രാൻഡുകളുടെ ടൈൽസുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അവസരം KJ ഗ്രാനൈറ്റ്സിൽ മാത്രം. Make your home beautiful with KJ Granite and Tiles, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി. വീണ്ടും വാർത്തയിലേക്ക്. ശ്രവണജനന സഹായ യന്ത്രങ്ങളുടെ വിതരണം നടന്നു. ഇടുക്കി ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെയും അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ ഭിന്നശേഷിക്കാരായവർക്കുള്ള ചലന സഹായ ഉപകരണങ്ങളുടെ വിതരണം നടന്നു. പീരുമേട് റെയിൻ വാലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചലന സഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. 250ഓളം പേർക്ക് ശ്രവണ ചലന സഹായ യന്ത്രങ്ങൾ വിതരണം ചെയ്തു. ജന്മന അംഗവൈകല്യം സംഭവിച്ചവർക്കും അപകടങ്ങൾ മൂലം ചലനശേഷി നഷ്ടപ്പെട്ടവർക്കും കേൾവിക്കുറവുള്ളവർക്കുമാണ് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് കൈത്താങ്ങാവുന്നത്. ഇതിനായി കേന്ദ്ര സാമൂഹിക നിശാക്തീകരണ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഹഡ്കോയുടെ CSR ഫണ്ട് ഉപയോഗിച്ച് ബാംഗ്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അലീം കോ കമ്പനിയുടെ സഹകരണത്തോടുകൂടിയാണ് ഇടുക്കി ജില്ലാ സാമൂഹ്യ നീതി വകുപ്പിന്റെയും അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വനിതാ ശിശു വികസന വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാരായ വർക്ക് ചലന ശ്രവണ സഹായികൾ വിതരണം ചെയ്തത്. പീരുമേട് റെയിൻ വാലി റിസോർട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സഹായ ഉപകരണ വിതരണത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ VA ഷംനാദ് അധ്യക്ഷനായിരുന്നു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പേഴ്സൺ ലിസമ്മ ജെയിംസ് സ്വാഗതം ആശംസിച്ചു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ചലന സഹായ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് അലിംകോ. അലിംകോ എന്നുള്ള സ്ഥാപനം അവര് ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള വിവിധ ഉപകരണങ്ങൾ, സഹായ ഉപകരണങ്ങൾ. പ്രോഗ്രാം കോർഡിനേറ്ററും അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഷാജി പൈനാടത്ത്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PM നൌഷാദ്, P മാലതി, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി R വെള്ളയ്യൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. അഴുത ബ്ലോക്കിന് കീഴിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുമായി 250ഓളം പേർക്ക് ചലനശ്രവണ സഹായികൾ വിതരണം ചെയ്തു. സിറ്റി വിഷൻ, ഉപ്പുതറ. 50 സ്കൂൾ ലൈബ്രറികളിലേക്കുള്ള പുസ്തക വിതരണം നടത്തി.
കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 3ാം പതിപ്പിൽ നിന്നും MLAയുടെ പ്രത്യേക ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 3 ലക്ഷം രൂപ അനുവദിച്ച് പീരുമേട് മണ്ഡലത്തിലെ 50 സ്കൂൾ ലൈബ്രറികളിലേക്കുള്ള പുസ്തകം വിതരണം വാടൂർ സോമൻ MLA നിർവഹിച്ചു. പീരുമേട് മണ്ഡലത്തിലെ 80% സ്കൂളുകളും ഹൈടെക്കായി ഉയർത്തിയിട്ടുണ്ട് എന്നും പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളെ ആകർഷിക്കുവാൻ എല്ലാവരും ഒരുമിച്ച് ശ്രമിക്കണമെന്നും പീരുമേട് മണ്ഡലത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും MLA അറിയിച്ചു. എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് +1 പ്രവേശനം ലഭിക്കുവാനുള്ള ശ്രമം നടത്തി എല്ലാവർക്കും പ്രവേശനം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം പീരുമേട് മണ്ഡലത്തിലെ 12 UP സ്കൂളുകൾക്കും 37 LP സ്കൂളുകൾക്കും ഒരു ഹൈസ്കൂളിനും ആകെ 50 സ്കൂളുകൾക്ക് 9,270 രൂപയുടെ പുസ്തകം 35% ഡിസ്കൗണ്ട് നിരക്കിലാണ് പുസ്തകം വാങ്ങി നൽകിയത്. പീരുമേട് റെയിൻ വാലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് OV ജോസഫ് അധ്യക്ഷത വഹിച്ചു. പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ R ദിനേശൻ മുഖ്യപ്രഭാഷണം നടത്തി. പീരുമേട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ M രമേശ്, പീരുമേട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലക്ഷ്മി ഹെലൻ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു. MLAയുടെ PA M ഗണേശൻ സ്വാഗതവും HM ഫോറം സെക്രട്ടറി ബിജോയ് വർഗീസ് കൃതജ്ഞത അറിയിക്കുകയും ചെയ്തു. സിറ്റി വിഷൻ ഉപ്പുതറ. ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ഗെയിംസിൽ 4x100 മീറ്റർ റിലേയിൽ വെങ്കലം കരസ്ഥമാക്കിയ ആൽബർട്ട് ജെയിംസ് പൗലോസിന് നമ്മുടെ സ്വന്തം 200 ഏക്കർ എന്ന വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം സോളി ജീസസ് ഉദ്ഘാടനം ചെയ്തു. അടിമാലി 200 ഏക്കർ സ്വദേശിയായ ആൽബർട്ട് ജെയിംസ് ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ഗെയിംസിൽ 4x100 മീറ്റർ റിലേയിൽ വെങ്കലം കരസ്ഥമാക്കി നാടിന് അഭിമാനമായി മാറിയിരുന്നു. ആൽബർട്ടിന്റെ ഈ നേട്ടത്തിന് പിന്നാലെയാണ് നമ്മുടെ സ്വന്തം 200 ഏക്കർ എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആൽബർട്ടിന് സ്വീകരണമൊരുക്കിയത്. സ്വീകരണ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം സോളി ജീസസ് ഉദ്ഘാടനം ചെയ്തു. മാതൃകാപരമായി നമ്മുടെ മറ്റു കുഞ്ഞു കുട്ടികൾക്കും ഇവനെ കണ്ട് നമുക്ക് പുതിയ കാര്യങ്ങൾ നടത്തിയെടുക്കുവാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ആൽബർട്ടിനെ അഭിനന്ദിക്കുവാൻ വാട്സാപ്പ് കൂട്ടായ്മയുടെ അഡ്മിൻമാർ ആൽബർട്ടിന് സ്നേഹസമ്മാനം നൽകി. യോഗത്തിൽ ജോമോൻ മാർക്കോസ് അധ്യക്ഷത വഹിച്ചു. വൈശാഖ് MS, രജീഷ്, രാജേഷ് PG, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കോയ അമ്പാട്ട്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിൻസി അനീഷ്, KK രാജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രാദേശിക കലാകാരന്മാരുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സിറ്റി വിഷൻ അടിമാലി. ദയ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റിന്റെ തണൽ പദ്ധതിയുടെ ഭാഗമായി സാധുക്കൾക്ക് ആശ്രയമാകുന്ന തണലേകാനൊരു ചായ എന്ന പരിപാടി അടിമാലിയിൽ സംഘടിപ്പിച്ചു. വൃക്കയ്ക്കൊരു തണൽ എന്ന പേരിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടന്നു. ജീവിതം കൊണ്ടൊരു ചായപ്പയറ്റ് എന്ന പേരിലാണ് അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സുമനസ്സുകൾ ഒത്തുകൂടിയത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ലക്ഷക്കണക്കിന് കിടപ്പ് രോഗികൾക്കുൾപ്പെടെ അശരണർക്ക് ആശ്രയമാകുന്ന പ്രസ്ഥാനമാണ് ദയ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റ്. ട്രസ്റ്റിന്റെ തണൽ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സാധുക്കൾക്ക് ആശ്രയമാകുന്ന തണലേകാനൊരു ചായ എന്ന പരിപാടി അടിമാലിയിൽ സംഘടിപ്പിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രസ്ഥാനമായ തണൽ നിരാശ്രയരായ, നിർധനരായ, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന 10,000-കണക്കിന് കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ള, കിഡ്നി രോഗികൾ ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശം. ജീവിതം കൊണ്ടൊരു ചായപ്പയറ്റ് എന്ന പേരിലാണ് അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സുമനസ്സുകൾ ഒത്തുകൂടിയത്. വൃക്കയ്ക്കൊരു തണൽ എന്ന പേരിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടന്നു. കിഡ്നി എക്സിബിഷൻ, പ്രകൃതി ഹരികുമാറിന്റെ ജലച്ചായ ചിത്രപ്രദർശനം, നൃത്തസന്ധ്യ, വീൽചെയറിലിരുന്നുള്ള കലാകാരന്മാരുടെ സംഗീത പരിപാടി എന്നിവയും ക്രമീകരിച്ചിരുന്നു. സിറ്റി വിഷൻ അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി ഉൾപ്പെട്ട പാറഖനനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. സർവ്വമേഖലകളിലും വളർച്ച നേടിയ കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത.
ഉരുൾപൊട്ടൽ സാധ്യതയുള്ള വാഗമൺ മൂൺമലയിൽ സ്വകാര്യ വ്യക്തിയുടെ കയ്യേറ്റം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ഹൈ റേഞ്ച് സിറ്റിയായ കട്ടപ്പനയ്ക്ക് ഹൈ റേഞ്ച് ഫാഷൻ സമ്മാനിച്ചുകൊണ്ട് സീമാ സിൽക്സ് ഇനി കട്ടപ്പനയിലും. ഉദ്ഘാടനം മാർച്ച് 15 രാവിലെ 10 മണിക്ക്. ഉദ്ഘാടകനായി ഞാനുണ്ടാവും, നിങ്ങളും ഉണ്ടാവില്ലേ? രാഷ്ട്രീയ രംഗത്തെയും മറ്റു മേഖലയിലെയും പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കുന്നു. 40,000 സ്ക്വയർ ഫീറ്റിൽ 5 നിലകളിലായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം. ബ്രൈഡ് ആൻഡ് ഗ്രൂം വെഡ്ഡിംഗ് കളക്ഷന്റെ നഗരത്തിലെ ഏറ്റവും വലിയ വെഡ്ഡിംഗ് ഫ്ലോർ. ഇനി ആസ്വദിക്കാം ഒരു കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് അനുഭവം. സീമാ സിൽക്സ് നിയർ മലബാർ ഗോൾഡ്, പുളിയൻമല റോഡ്, കട്ടപ്പന. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായി മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്ബെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ.